നിങ്ങളുടെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരും താൽപ്പര്യം കാണിക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ലഭിക്കാത്ത ഒരു സാഹചര്യം എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വിഷയം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും നാം കരുതുന്നത് കൂടുതൽ സംസാരിക്കുന്നവരാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യമതല്ല. നാമെല്ലാം ജീവിക്കുന്നത് വലിയ ശബ്ദങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കണം. സോഷ്യൽ മീഡിയയിലും പുറത്തുമൊക്കെയായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെയാണ് നാം ഇന്ന് കാണുന്നത്. ഒരു നിമിഷം പോലും നിശബ്ദമായിരിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. തങ്ങൾക്ക് അറിവില്ലാത്ത വിഷയങ്ങളിൽ പോലും അഭിപ്രായം പറയാൻ ആളുകൾ മത്സരിക്കുകയാണ്. എന്നാൽ ഈ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ നാം മറന്നുപോകുന്ന ഒരു വലിയ സത്യമുണ്ട്. അനാവശ്യമായി എപ്പോഴും സംസാരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം വില കുറയ്ക്കുകയേയുള്ളൂ. നിശബ്ദതയ്ക്ക് അതിൻ്റേതായ ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയെ തിരിച്ചറിയുന്നവർ മാത്രമാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുകയും സമൂഹത്തിൽ വലിയ ബഹുമാനം കരസ്ഥമാക്കുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അമിതമായി സംസാരിച്ചതിന്റെ പേരിൽ പിന്നീട് വലിയ രീതിയിൽ പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഭാരതത്തിലെ ഏറ്റവും മികച്ച തന്ത്രജ്ഞനും ചിന്തകനുമായിരുന്ന ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ മനുഷ്യന്റെ സംസാരത്തെക്കുറിച്ചും നിശബ്ദതയെക്കുറിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ വാക്കുകളല്ല, മറിച്ച് അവന്റെ നിശബ്ദതയാണ്. എവിടെ സംസാരിക്കണം, എവിടെ നിശബ്ദനായിരിക്കണം എന്ന് തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, അനാവശ്യമായി എപ്പോഴും സംസാരിക്കുന്നത് നിങ്ങളുടെ വില കുറയ്ക്കും എന്നതാണ്. സ്വർണത്തിന് എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയധികം വിലയുള്ളത്? കാരണം അത് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒന്നാണ്. ഇരുമ്പിനും കല്ലുകൾക്കും സ്വർണത്തിന്റെ വില ലഭിക്കാത്തത് അവ എവിടെയും സുലഭമായി ലഭിക്കുന്നതുകൊണ്ടാണ്. ഇതുതന്നെയാണ് മനുഷ്യന്റെ വാക്കുകളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. എപ്പോഴും വാചാലനായിരിക്കുന്ന എന്ത് കാര്യത്തിനും കയറി അഭിപ്രായം പറയുന്ന ഒരാളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ യാതൊരു വിലയും നൽകില്ല. അവൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും എന്ന് കരുതി ആളുകൾ അവനെ അവഗണിക്കാൻ തുടങ്ങും. എന്നാൽ വളരെ അപൂർവമായി മാത്രം സംസാരിക്കുന്ന, ചിന്തിച്ചു മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാൾ വായ തുറക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും അത് ശ്രദ്ധിക്കാൻ തുടങ്ങും. കാരണം അവർക്കറിയാം അയാൾ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൽ വലിയ എന്തോ അർത്ഥമുണ്ടെന്ന്. മനുഷ്യന്റെ മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒന്നിനും നമ്മൾ വലിയ വില നൽകില്ല. നിങ്ങളുടെ വാക്കുകൾ എളുപ്പത്തിൽ എല്ലാവർക്കും ലഭ്യമാകുമ്പോൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരും ചോദിക്കാതെ തന്നെ നിങ്ങൾ എല്ലാവർക്കും നൽകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ വിലയിടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ വ്യക്തിത്വം എന്നത് ഒരു നിഗൂഢത നിലനിർത്തുക എന്നതാണ്. എപ്പോഴും സംസാരിക്കുന്ന ഒരാളെക്കുറിച്ച് മറ്റുള്ളവർക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അയാളുടെ ചിന്തകൾ, അയാളുടെ ദൗർബല്യങ്ങൾ, അയാളുടെ പരിമിതികൾ എന്നിവയെല്ലാം അയാളുടെ അമിത സംസാരത്തിലൂടെ മറ്റുള്ളവർക്ക് മുന്നിൽ വെളിപ്പെടുന്നു. എന്നാൽ നിശബ്ദനായിരിക്കുന്ന ഒരാൾ എപ്പോഴും ഒരു നിഗൂഢതയാണ്. അയാൾ എന്താണ് ചിന്തിക്കുന്നത്, അയാളുടെ അടുത്ത നീക്കം എന്താണ് എന്ന് മറ്റുള്ളവർക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഈ പ്രവചനാതീതമായ സ്വഭാവം നിങ്ങളെ കൂടുതൽ കരുത്തനാക്കുന്നു. രണ്ടാമതായി ആചാര്യ ചാണക്യൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേൾക്കാൻ തയ്യാറാകുന്നിടത്ത് മാത്രം സംസാരിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം അക്ഷരംപ്രതി അനുസരിക്കേണ്ട ഒരു നിയമമാണ്. പലപ്പോഴും നാം നമ്മളെ മനസ്സിലാക്കാത്ത, നമ്മൾ പറയുന്നത് കേൾക്കാൻ യാതൊരു താൽപ്പര്യവുമില്ലാത്ത ആളുകൾക്ക് മുന്നിൽ പോയി നമ്മുടെ വാദങ്ങൾ നിരത്താറുണ്ട്. ഇത് തീർത്തും അർത്ഥശൂന്യമായ ഒരു പ്രവൃത്തിയാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാത്ത ഇടത്ത് നിങ്ങൾ സംസാരിക്കുന്നത് കേവലം ശബ്ദമലിനീകരണം മാത്രമാണ്. ഒരു തർക്കം നടക്കുമ്പോൾ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ ഭാഗം കേൾക്കാൻ തയ്യാറല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, പിന്നെ അവിടെ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഊർജം പാഴാക്കുന്നതിന് തുല്യമാണ്. ചാണക്യൻ പറയുന്നു, ഒരു വിഡ്ഢിയോട് തർക്കിക്കുന്നത് നിങ്ങളുടെ തന്നെ ബുദ്ധിശൂന്യതയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ അറിവും നിങ്ങളുടെ ചിന്തകളും അത് മനസ്സിലാക്കാൻ കഴിവുള്ള, അത് കേൾക്കാൻ മാനസികമായി തയ്യാറായിട്ടുള്ള ആളുകളോട് മാത്രം പങ്കുവയ്ക്കുക. അല്ലാത്തവരോട് കാണിക്കുന്ന നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതികരണം. ഒരു സദസ്സിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ പരസ്പരം സംസാരിക്കുകയോ ഫോണിൽ നോക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സംസാരം നിർത്തുക. കാരണം അവർ നിങ്ങളുടെ വാക്കുകളെ അർഹിക്കുന്നില്ല. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാത്ത ഇടങ്ങളിൽ നിശബ്ദനായിരിക്കുക എന്നത് ഒരു തോൽവിയല്ല, മറിച്ച് അതൊരു വലിയ വിജയമാണ്. അത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ലക്ഷണമാണ്. മൂന്നാമത്തെ കാര്യം, കുറച്ചുമാത്രം സംസാരിക്കുകയും കൂടുതൽ കേൾക്കുകയും ചെയ്യുക എന്നതാണ്. പ്രകൃതി നമുക്ക് രണ്ട് ചെവികളും ഒരു വായും നൽകിയിരിക്കുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്.
നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇരട്ടി നമ്മൾ കേൾക്കണം എന്നതാണത്. കൂടുതൽ കേൾക്കുന്നവർക്ക് സമൂഹത്തിൽ എപ്പോഴും വലിയ ബഹുമാനം ലഭിക്കും. ഇതിന് പിന്നിൽ വലിയൊരു മാനസിക ശാസ്ത്രമുണ്ട്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ തങ്ങളെ കേൾക്കണം എന്നാണ്. സ്വന്തം സങ്കടങ്ങളും സന്തോഷങ്ങളും ആശയങ്ങളും മറ്റൊരാളോട് പങ്കുവയ്ക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അവിടെ നിങ്ങൾ ഒരു നല്ല കേൾവിക്കാരനാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുന്നു. നിങ്ങൾ ഒരാളെ പൂർണ്ണമായി ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ നിങ്ങൾ അയാൾക്ക് നൽകുന്നത് ഏറ്റവും വലിയ ബഹുമാനമാണ്. ആ ബഹുമാനം അവർ നിങ്ങൾക്ക് തിരിച്ചു നൽകും. മാത്രമല്ല, കൂടുതൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മുൻപ് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ആവർത്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ നിശബ്ദനായിരുന്ന് മറ്റൊരാൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കൾ, ബിസിനസ്സുകാർ, ചിന്തകർ എന്നിവരെല്ലാം മികച്ച കേൾവിക്കാരായിരുന്നു എന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അവർ മറ്റുള്ളവരുടെ ആശയങ്ങൾ കേൾക്കാനും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനും എപ്പോഴും തയ്യാറായിരുന്നു. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നിശബ്ദത എന്നത് ഏറ്റവും വലിയൊരു പരിഹാരമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പല വലിയ പ്രശ്നങ്ങളും വെറുമൊരു നിശബ്ദത കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പങ്കാളികൾ തമ്മിലോ അച്ഛനമ്മമാരും മക്കളും തമ്മിലോ ഒരു വാക്കുതർക്കമുണ്ടാകുമ്പോൾ രണ്ടുപേരും ഒരുപോലെ സംസാരിച്ചാൽ അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കാവും നയിക്കുക. ആ സമയത്ത് ഒരാൾ കുറച്ചുനേരത്തേക്ക് നിശബ്ദത പാലിച്ചാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കും. ദേഷ്യം വരുമ്പോൾ മനുഷ്യന്റെ വിവേകം നഷ്ടപ്പെടുന്നു. ആ സമയത്ത് പറയുന്ന വാക്കുകൾ പലപ്പോഴും ബന്ധങ്ങളെ എന്നേക്കുമായി തകർക്കാൻ കാരണമാകാറുണ്ട്. എന്നാൽ ആ ദേഷ്യത്തിന്റെ നിമിഷത്തിൽ നിങ്ങൾ നിശബ്ദത പാലിച്ചാൽ പിന്നീട് നിങ്ങൾക്കൊരിക്കലും ആ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടിവരില്ല. കോപത്തെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും മികച്ച ആയുധമാണ് നിശബ്ദത. ജോലിസ്ഥലങ്ങളിലും നിശബ്ദതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു മീറ്റിംഗിൽ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയുമ്പോൾ എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന് അവസാനം ഏറ്റവും കൃത്യവും വ്യക്തവുമായ ഒരു അഭിപ്രായം ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്ന വ്യക്തിയെയാണ് അവിടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അയാളുടെ വാക്കുകൾക്ക് വലിയൊരു കരുത്തുണ്ടാകും. അമിതമായി സംസാരിക്കുന്ന ആളുകളെ പലപ്പോഴും ഗൗരവമുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ മറ്റുള്ളവർ മടിക്കും. കാരണം അവർ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവില്ലാത്തവരാണെന്ന് സമൂഹം വിലയിരുത്തുന്നു. എന്നാൽ കുറച്ചു മാത്രം സംസാരിക്കുന്ന ആളുകൾ വിശ്വസ്തരായിരിക്കും എന്നൊരു തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാകുന്നു. ചില മനുഷ്യർ നമ്മളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. മോശമായ വാക്കുകളിലൂടെ നമ്മളെ അപമാനിക്കാനും താഴ്ത്തിക്കെട്ടാനും അവർ ശ്രമിക്കും. ആ സമയത്ത് അവർ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു വൈകാരികമായ പ്രതികരണമാണ്. അവർക്കൊപ്പം നിന്ന് നമ്മളും മോശം വാക്കുകൾ ഉപയോഗിച്ച് വഴക്കിടാൻ തുടങ്ങിയാൽ അവർ അവരുടെ ലക്ഷ്യത്തിൽ വിജയിച്ചു എന്നാണ് അർത്ഥം. കാരണം അവർ നമ്മളെ അവരുടെ നിലവാരത്തിലേക്ക് താഴേക്ക് കൊണ്ടുവന്നു. എന്നാൽ അത്തരം ആളുകൾക്ക് മുന്നിൽ പൂർണ്ണമായ നിശബ്ദത പാലിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും. നിങ്ങളുടെ നിശബ്ദത അവരെ കൂടുതൽ അസ്വസ്ഥരാക്കും. നിങ്ങളെ പ്രകോപിപ്പിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് അവരുടെ തോൽവിയായി അവർക്ക് അനുഭവപ്പെടും. ഇതാണ് നിശബ്ദതയുടെ യഥാർത്ഥ ശക്തി. ചാണക്യൻ എപ്പോഴും പറഞ്ഞിരുന്നത് ഒരു കാര്യവുമില്ലാതെ സമയം കളയുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടരുത് എന്നാണ്. പരദൂഷണം പറയുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നിവയെല്ലാം നിങ്ങളുടെ മാനസികമായ ഊർജ്ജത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പകരം ആ സമയം നിങ്ങൾ നിശബ്ദരായിരുന്ന് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. സ്വന്തം ജീവിതത്തെ എങ്ങനെ മികച്ചതാക്കാം എന്ന് ആലോചിക്കുക. നിശബ്ദത എന്നത് ശൂന്യതയല്ല, മറിച്ച് അതൊരു വലിയ നിറവാണ്. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളെ ഏകോപിപ്പിക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മാനസികമായ സമാധാനം കണ്ടെത്താനും നിശബ്ദത നമ്മെ സഹായിക്കുന്നു. മഹത്തുക്കളായ പലരും അവരുടെ ജീവിതത്തിൽ ദിവസവും കുറച്ച് സമയമെങ്കിലും പൂർണ്ണമായ ഏകാന്തതയും നിശബ്ദതയും അനുഷ്ഠിച്ചിരുന്നു. ഇത് അവരുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകമായി. നിങ്ങളുടെ വാക്കുകൾ ഒരു കണ്ണാടി പോലെയാണ്. അത് നിങ്ങളുടെ ഉള്ളിലെ വ്യക്തിത്വത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അമിതമായ വാക്കുകൾ ആ കണ്ണാടിയെ മങ്ങലേൽപ്പിക്കും. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. അർത്ഥമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. മറ്റുള്ളവർക്ക് ഗുണകരമായ കാര്യങ്ങൾ മാത്രം പറയുക. അല്ലാത്ത സമയങ്ങളിൽ നിശബ്ദത എന്ന മനോഹരമായ ആയുധം ഉപയോഗിക്കുക. നിങ്ങളുടെ വാക്കിനേക്കാൾ ശക്തി നിങ്ങളുടെ നിശബ്ദതയ്ക്കുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന അന്നുമുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. സമൂഹം നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കുകൾക്കെല്ലാവരും കാതോർക്കാൻ തുടങ്ങും. നിശബ്ദതയുടെ ഈ ശക്തിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും മറക്കരുത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ നിശബ്ദതയേക്കാൾ മനോഹരമാണെങ്കിൽ മാത്രം സംസാരിക്കുക.